പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നേഷൻ ഫസ്റ്റിലേക്ക് സ്വാഗതം. ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇന്ന് നടക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് പഞ്ചാബിൽ നിന്നാണ്. അവിടെ അമൃത്സർ പോലീസ് കമ്മീഷണറെ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. അതിന് എന്താണ് കാരണം എന്ന് സംബന്ധിച്ച് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണമൊന്നും വന്നിട്ടില്ല. എങ്കിൽ പോലും നമുക്കറിയാം, അമൃത്സറുമായി ബന്ധപ്പെട്ട് അമൃത്സറിൽ അവിടുത്തെ പോലീസ് കമ്മീഷണർ ഒരു വാർത്താ സമ്മേളനം നടത്തുകയും അദ്ദേഹം ചില കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും രാജ്യത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ചുമൊക്കെ ഏറെ നിർണായകവുമായ ചില വിവരങ്ങളുണ്ടായിരുന്നു. അമൃത്സർ പോലീസ് പിടികൂടിയ 9 പേർ, അവരെ ചാരവൃത്തിക്കാണ് അമൃത്സർ പോലീസ് പിടികൂടിയത്. അതിൽ പ്രായപൂർത്തിയാകാത്ത 4 പേരടക്കം 8 പേർ ജന്തർ മന്ദറിൽ പാറ്റ സമരം നടന്നപ്പോൾ അവിടെ സന്ദർശിച്ചിരുന്നുവെന്നും ഈ പാറ്റ സമരം നടന്ന ജന്തർ മന്ദറിൽ വലിയ ആക്രമണത്തിന് ഇവർ പദ്ധതിയിട്ട് എന്നുള്ള വിവരങ്ങളാണ് ഈ അമൃത്സർ പോലീസ് കമ്മീഷണർ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. പിടിയിലായ ഈ പാക് ചാരന്മാരിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അമൃത്സർ പോലീസ് കമ്മീഷണർ വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയത് ഏറെ വിവാദമാകുന്നത്. ആ വാർത്ത കണ്ടതിന് ശേഷം അതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് വരാം. സ്ഥലം മാറ്റിയ അമൃത്സർ കമ്മീഷണർ ഗുർപ്രീത് സിംഗ് ഭുള്ളറിന് പുതിയ നിയമനം നൽകിയിട്ടില്ല എന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. DIG ഹർമൻബീർ സിംഗിന് അധിക ചുമതലയായി അമൃത്സർ കമ്മീഷണറുടെ ചുമതലയും നൽകി. ISI പിന്തുണയുള്ള 2 ഭീകര മൊഡ്യൂളുകൾ തകർത്തെന്ന കേസിന് പിന്നാലെയാണ് ഭുള്ളർക്കെതിരെ നടപടിയുണ്ടായത്. ഭീകര സംഘത്തിലെ ഏതാനും പേർ ജന്തർ മന്ദറിൽ പോയെന്ന് ഗുർപ്രീത് സിംഗ് ഭുള്ളർ പറഞ്ഞിരുന്നു. 4 പ്രായപൂർത്തിയാകാത്തവരടക്കം 9 പേരാണ് ISIക്ക് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയതിന് പിടിയിലായത്. ഇതിൽ 8 പേർ ജന്തർ മന്ദറിലെത്തിയെന്നാണ് ചോദ്യം ചെയ്യലിൽ ഇവർ പോലീസിനോട് പറഞ്ഞത്. ജന്തർ മന്ദറിലെ പാറ്റാ സമരത്തിൽ പെട്രോൾ ബോംബ് ആക്രമണം നടത്താനായിരുന്നു ഇവർ പോയതെന്നാണ് ഗുർപ്രീത് സിംഗ് ഭുള്ളർ ഇവരെ പിടികൂടിയതിന് പിന്നാലെ പറഞ്ഞത്. ഈ പരാമർശം രാഷ്ട്രീയ വിവാദമായിരുന്നു. ജന്തർ മന്ദറിലെ സമരത്തിന്റെ മറവിൽ ISI ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടെന്ന വിവരം കോക്രോച്ച് ജനതാ പാർട്ടിയെയും അവരെ പിന്തുണച്ചവരെയും വെട്ടിലാക്കി. പിന്നാലെയാണ് പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി സർക്കാർ ഭുള്ളർക്കെതിരെ നടപടി സ്വീകരിച്ചത്. ജനം, ഡൽഹി. അപ്പോൾ അമൃത്സർ പോലീസ് കമ്മീഷണറുടെ ഈ സ്ഥലം മാറ്റത്തിനെതിരെ വലിയ വിമർശനം ഉയരുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി ഈ സർക്കാർ നടപടിയെ വിമർശിച്ച് രംഗത്ത് വരികയും സർക്കാരിൻ്റെ മേലാളന്മാരെ എന്നാണ് പറഞ്ഞത്. സർക്കാരിൻ്റെ മേലാളന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് BJP ഉദ്ദേശിച്ചത് ഡൽഹിയിലെ മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളാണ്. BJP നേതാക്കൾ പറയുന്നത് അരവിന്ദ് കെജ്രിവാളിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഭഗവന്ത് മാൻ സർക്കാർ ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നാണ്. എന്തായാലും ഈ വിഷയത്തിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ തന്നെയാണ് നടക്കുന്നത്. ഇവരെ അക്രമത്തിനായി ജന്തർ മന്ദറിലേക്ക് പറഞ്ഞുവിട്ടത് പോലും അരവിന്ദ് കെജ്രിവാളാണ് എന്നുള്ള ചില ആരോപണങ്ങളൊക്കെ BJP നേതാക്കൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമാകുന്നത് അമൃത്സർ പോലീസ് കമ്മീഷണർ നടത്തിയ വെളിപ്പെടുത്തലുകൾ തന്നെയാണ്. പാറ്റാ സമരത്തിന്റെ മറവിൽ ജന്തർ മന്ദറിൽ ആക്രമണം നടത്തുന്നതിന്, അതും പെട്രോൾ ബോംബ് ഉപയോഗിച്ചുള്ള ആക്രമണം നടത്തുന്നതിന് പാകിസ്ഥാൻ ചാരസംഘടന ISI ഇവരെ നിയോഗിച്ചു എന്നുള്ള കാര്യമാണ് അദ്ദേഹം ചാരവൃത്തി കേസിൽ പിടിയിലായ ഈ ആൾക്കാരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞത് വലിയ വിവാദമാവുകയും പിന്നാലെ അമൃത്സർ പോലീസ് കമ്മീഷണറെ സ്ഥലം മാറ്റുകയും ചെയ്തതാണ് വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റായി പഞ്ചാബിൽ മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചാരവൃത്തി സംബന്ധിച്ചുള്ള മറ്റു ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു വിംഗ് കമാൻഡർ ഹണി ട്രാപ്പിൽപ്പെട്ട് പാകിസ്ഥാന് വേണ്ടി പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്തി എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അറസ്റ്റിലായ അദ്ദേഹം തീഹാർ ജയിലിലാണ് എന്നതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഭാരതം ചൈനയ്ക്ക് വ്യക്തമായ സന്ദേശം നൽകിയിരിക്കുന്നു. അതുമല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള മറുപടി ഭാരതം ചൈനയ്ക്ക് നൽകിയിരിക്കുന്നു. രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വെല്ലുവിളി ഉയർത്താൻ ആരെയും അനുവദിക്കുന്നില്ല എന്നുള്ള സന്ദേശം തന്നെയാണ് ഭാരതം നൽകുന്നത്. അരുണാചൽ പ്രദേശ് ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് അരുണാചൽ പ്രദേശിലെ 27 സ്ഥലങ്ങൾക്ക് ഔദ്യോഗികമായിട്ടുള്ള നാമകരണം ഭാരതം നടത്തിയിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, ഇടയ്ക്കൊക്കെ ചൈന ഇത്തരത്തിൽ അരുണാചൽ പ്രദേശിലെ ചില സ്ഥലങ്ങൾക്ക് പേരിടുന്ന ഒരു നടപടി സ്വീകരിക്കും. കാരണം അത് ഭാരതത്തോടുള്ള വെല്ലുവിളിയാണ്. അപ്പോൾ ആ വെല്ലുവിളിക്ക് കൃത്യമായിട്ടുള്ള മറുപടി തന്നെയാണ് ഭാരതം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ചൈനയ്ക്കുള്ള കൃത്യമായ
സന്ദേശവും ഭാരതം നൽകുകയാണ്. ആ വാർത്തയിലേക്ക്. അരുണാചൽ പ്രദേശിന്റെ മേലുള്ള ചൈനയുടെ അവകാശവാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുന്ന നിലപാടാണ് ഭാരതത്തിന്റേത്. അരുണാചൽ പ്രദേശിലെ 27 സ്ഥലങ്ങൾക്ക് ഔദ്യോഗിക നാമകരണം നടത്തി കേന്ദ്ര സർക്കാർ ചൈനയ്ക്ക് കൃത്യമായ മറുപടി നൽകിയിരിക്കുകയാണ്. ചൈന പലപ്പോഴും അരുണാചലിലെ സ്ഥലങ്ങൾക്ക് നാമകരണം നടത്തുന്നതുകൊണ്ടാണ് ഭാരതം മറുപടി നൽകിയത്. അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങൾക്ക് പേരിടുന്ന ചൈനയുടെ നടപടി പ്രകോപനപരമായാണ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതേ നാണയത്തിൽ ഭാരതം തിരിച്ചടി നൽകിയത്. അരുണാചൽ പ്രദേശ് സർക്കാരുമായി ചേർന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപടി. സർവേ ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭൂപടത്തിലാണ് ഈ പേരുകൾ ഉൾപ്പെടുത്തിയത്. പൊതുജനങ്ങൾക്ക് ഈ സ്ഥലങ്ങളെ കൃത്യമായി തിരിച്ചറിയാനും അവയെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കാനുമാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഭാരതത്തിന്റെ ഭൂപ്രദേശത്തിന്റെ മേലുള്ള അവകാശവാദം ചൈന ഉപേക്ഷിക്കണമെന്ന വ്യക്തമായ സന്ദേശമാണ് ഭാരതം പലപ്പോഴും അന്താരാഷ്ട്ര വേദികളിലും നയതന്ത്ര തലത്തിലും നൽകുന്നത്. ജനം, ഡൽഹി. അപ്പോൾ ഭാരതത്തിന്റെ നിലപാട് ഇക്കാര്യത്തിൽ കൃത്യമാണ്. രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കും, ഒപ്പം തന്നെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഒക്കെ സംരക്ഷിക്കുകയും ചെയ്യും. അതിപ്പോൾ ചൈനയല്ല, പാകിസ്ഥാനല്ല, ബംഗ്ലാദേശ് അല്ല, ആരായാലും ഈ രാജ്യത്തിന്റെ ഒരു തരി മണ്ണ് പോലും വിട്ടുകൊടുക്കില്ല എന്നുള്ള കൃത്യമായ സന്ദേശം തന്നെയാണ് ഭാരതം നൽകുന്നത്. ഇക്കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയം അടക്കം കൃത്യമായിട്ടുള്ള നടപടികൾ തന്നെയാണ് സ്വീകരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് കേന്ദ്ര സർക്കാർ മെറ്റയ്ക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അൽഗോരിതത്തിൽ മാറ്റം വരുത്താനുള്ള റോഡ് മാപ്പ് സമർപ്പിക്കുവാൻ കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം മെറ്റയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രചാരണ ഉള്ളടക്കവും വ്യാജ വിവരങ്ങളും തടയാൻ നടപടി വേണമെന്ന് മെറ്റയോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുകയും ചെയ്തു. എന്തായാലും ഈ ഒരു ആവശ്യം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതിന് പിന്നാലെ തന്നെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതാക്കളുടെ അടക്കം ചില സമൂഹ മാധ്യമ പോസ്റ്റുകൾ മെറ്റ നീക്കം ചെയ്തിരിക്കുകയാണ്. കാരണം മെറ്റയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ നൽകിയ ഈ നിർദ്ദേശങ്ങൾ പാലിച്ചേ മതിയാകൂ എന്ന് അവർക്കറിയാം. അല്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങും എന്നുള്ള മുന്നറിയിപ്പും മെറ്റയ്ക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും മെറ്റയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ അവർ തുറന്നു സമ്മതിക്കുകയും ചില കാര്യങ്ങളിലൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് മാപ്പപേക്ഷ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് അവർക്ക് ഗുരുതരമായ തെറ്റുപറ്റി, അതുമല്ലെങ്കിൽ പിഴവ് പറ്റി എന്നുള്ള തുറന്ന് സമ്മതിക്കലായി മാറിയത്. എന്തായാലും ആ വാർത്ത കാണാം. മെറ്റ അതിരുവിടുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള കർശന നിർദ്ദേശം. പ്രചാരണ ഉള്ളടക്കവും വ്യാജ വിവരങ്ങളും തടയാൻ നടപടി വേണമെന്ന മെറ്റയ്ക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അൽഗോരിതത്തിൽ മാറ്റം വരുത്താനുള്ള റോഡ് മാപ്പ് സമർപ്പിക്കാൻ കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം മെറ്റയ്ക്ക് നിർദ്ദേശം നൽകി. മെറ്റ പ്രതിനിധികളുമായി നടന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച നിർണായക തീരുമാനമുണ്ടായത്. ഡീപ് ഫേക്ക് വീഡിയോകൾ നിയന്ത്രിക്കാൻ പ്രത്യേക നടപടികൾ വേണമെന്ന് കേന്ദ്രം വ്യക്തമാക്കി. മോർഫ് ചെയ്ത ചിത്രങ്ങളും നിയമവിരുദ്ധ ഉള്ളടക്കവും വേഗത്തിൽ നീക്കണമെന്ന് കേന്ദ്ര സർക്കാർ മെറ്റയോട് ആവശ്യപ്പെട്ടു. സർക്കാർ ചൂണ്ടിക്കാട്ടുന്ന ഉള്ളടക്കം അതിവേഗം നീക്കം ചെയ്യാനും നിർദ്ദേശമുണ്ട്. ഡേറ്റ ലോക്കലൈസേഷൻ ചട്ടങ്ങൾ പാലിക്കണമെന്നും ആവശ്യപ്പെട്ടു. സർക്കാർ വകുപ്പുകളിലെ ക്വിക്ക് റെസ്പോൺസ് ടീമുകളുമായി ഏകോപനം ശക്തമാക്കാനും നിർദ്ദേശമുണ്ട്. മെറ്റയ്ക്ക് കേന്ദ്രം നൽകിയിരിക്കുന്ന ഈ നിർദ്ദേശങ്ങളിൽ നിന്ന് തന്നെ സർക്കാർ നിലപാട് കടുപ്പിക്കുകയാണെന്ന് വ്യക്തമാണ്. ജനം, ഡൽഹി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിൽ, പ്രത്യേകിച്ച് ഡൽഹിയിൽ, ഉത്തരാഖണ്ഡിൽ ഒക്കെ കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഡൽഹിയിലെ വിവിധ ഇടങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ടൊക്കെ രൂപപ്പെടുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 2 ദിവസം ഓറഞ്ച് അലർട്ടാണ് രാജ്യതലസ്ഥാനത്തുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് റെഡ് അലർട്ടാണ് നൽകിയിരിക്കുന്നത്. ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകുന്നത്. ഒപ്പം തന്നെ മറ്റിടങ്ങളിൽ, ഉത്തർപ്രദേശിലും കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത്. അവിടെ 2 കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ 7 പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. അതിൽ മരിച്ച 6 പേർ അവർ ഒരു കുടുംബത്തിലുള്ള അംഗങ്ങളാണ്. ഇങ്ങനെ മഴ രാജ്യത്തിൻ്റെ പല ഭാഗത്തും വലിയ നാശനഷ്ടങ്ങളാണ് വരുത്തുന്നത്. അസാമിൽ വെള്ളപ്പൊക്കത്തിൽ ഇതുവരെ സർക്കാർ നൽകുന്ന കണക്കനുസരിച്ച് 98 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഗുജറാത്തിലും ഒരാഴ്ച കനത്ത മഴയുണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകുന്നുണ്ട്. ഒപ്പം തന്നെ പഞ്ചാബിലും ഇന്ന് ചിലയിടങ്ങളിൽ കനത്ത
മഴയുണ്ടാകും എന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. ഉത്തരാഖണ്ഡിലാകട്ടെ അവിടെയും ഈ കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുന്നു. അത് അവിടുത്തെ ഗതാഗത സംവിധാനത്തെയൊക്കെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഹിമാലയൻ സംസ്ഥാനങ്ങളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാകെ മഴ വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി NDRF-ഉം ഒപ്പം തന്നെ SDRF-ഉം നമ്മുടെ സേനാ വിഭാഗങ്ങളും സേവാഭാരതിയും ഒക്കെ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിൽ സജീവമായിട്ടുണ്ട്. സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലും മറ്റും കഴിയുന്നവർക്കുള്ള എല്ലാ സഹായവും എത്തിക്കുന്നുണ്ട്. ഈ സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം തന്നെ സജീവമായി സേവാഭാരതിയും ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളിലും മറ്റ് സേവന പ്രവർത്തനങ്ങളിലും ഒക്കെ തന്നെ സജീവമായുണ്ട്. അത് പ്രത്യേകിച്ച് ആസാമിലാണെങ്കിൽ അവിടെയാണ് ഈ വെള്ളപ്പൊക്കത്തിൽ വലിയ നാശനഷ്ടമുണ്ടായത്. അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിലും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സഹായം എത്തിക്കുന്നതിനുമൊപ്പം ഈ നമ്മുടെ സൈന്യത്തിൻ്റെ ഭാഗമായി അതുമല്ലെങ്കിൽ സൈന്യത്തോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെ സേവാഭാരതിയുടെ പ്രവർത്തകരും RSS സ്വയം സേവകരും ഉണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ രീതിയിൽ മഴ ഒരറ്റത്ത് നാശം വിതയ്ക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അത് പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ളതാണ്. അതിനുള്ള കാരണമെന്ന് പറയുന്നത് നമുക്കറിയാം, എല്ലാ വർഷവും മറുനാടൻ മലയാളികൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അവർക്ക് ഓണവും മറ്റും ആകുമ്പോൾ നാട്ടിലേക്ക് പോകുന്നതിനുള്ള ട്രെയിൻ സർവീസിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. അതുമല്ലെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് കിട്ടാതെ വരുന്ന സാഹചര്യമുണ്ടാകുന്നു. അപ്പോൾ അത്തരത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഈ ഓണം സീസണിൽ 112 സ്പെഷ്യൽ ട്രെയിനുകൾ ഓടിക്കുന്നതിനാണ് ഭാരതീയ റെയിൽവേ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം റെയിൽവേ മന്ത്രി നടത്തിയിരുന്നു. അത് അന്ന് അദ്ദേഹം വ്യക്തമായിട്ട് തന്നെ പറയുകയും ചെയ്തു. BJP സംസ്ഥാന ഘടകം ഇത്തരത്തിൽ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ എന്തായാലും റെയിൽവേ മന്ത്രിയുടെ ആ ഒരു പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായിട്ട് റെയിൽവേ തന്നെ ഈ 112 സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. റെയിൽവേയുടെ ആ ഒരു അറിയിപ്പിൽ തന്നെ അവർ വ്യക്തമാക്കുന്നുണ്ട്, അയൽ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളി യാത്രക്കാർ, വിദ്യാർത്ഥികൾ, വിനോദസഞ്ചാരികൾ എന്നിവരുടെ യാത്രാ സൗകര്യം മുൻനിർത്തിയാണ് ഓഗസ്റ്റ് 14 മുതൽ സെപ്റ്റംബർ 6 വരെയുള്ള ഉത്സവ കാലയളവിൽ ഈ പ്രത്യേക സർവീസുകൾ നടത്തുന്നതെന്നാണ് റെയിൽവേ അറിയിക്കുന്നത്. സൗത്ത് സെൻട്രൽ റെയിൽവേ, സൗത്ത് വെസ്റ്റേൺ റെയിൽവേ, സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ എന്നീ മറ്റ് റെയിൽവേ സോണുകൾ ഏകോപിപ്പിച്ചാണ് റെയിൽവേ ഇത്തരത്തിൽ സ്പെഷ്യൽ സർവീസുകൾ ആരംഭിക്കുന്നത്. ഇതിൻ്റെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 2025 ഇത്തരത്തിൽ 55 സർവീസുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ 2026 ആകുമ്പോൾ 112 സർവീസുകൾ, സ്പെഷ്യൽ സർവീസുകൾ റെയിൽവേ തുടങ്ങുന്നു എന്നുള്ളതാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരും നമ്മുടെ റെയിൽവേയും ഒക്കെ മലയാളികൾക്ക് നൽകുന്ന പ്രാധാന്യം കൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ റെയിൽവേ മേഖലയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പ്രത്യേകിച്ച് ഓണം പോലുള്ള ഉത്സവ സീസണുകൾ വരുമ്പോൾ വലിയ യാത്രാക്ലേശം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഈ ട്രെയിനുകളുടെ സർവീസുകൾ ഇല്ലാതാകുന്നു, അതുമല്ലെങ്കിൽ വിമാനയാത്രയ്ക്ക് വലിയ ടിക്കറ്റ് ചാർജ് നൽകേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോഴൊക്കെ അത് മലയാളികൾക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് റെയിൽവേ ഇപ്പോൾ 112 സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ആവശ്യമെങ്കിൽ സർവീസുകൾ കൂട്ടുന്നതിനും സന്നദ്ധമാണെന്ന് റെയിൽവേ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെന്തായാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗുണകരമായ, ഏറെ ഗുണമുള്ള ഒരു കാര്യം തന്നെയാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ റെയിൽവേയുമായി ബന്ധപ്പെട്ട മറ്റ് ചില വികസന പദ്ധതികൾക്കും കേന്ദ്ര സർക്കാർ കേരളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പദ്ധതിയിടുന്നു എന്നുള്ള ചില വിവരങ്ങളും വരുന്നുണ്ട്. എന്തായാലും റെയിൽവേ മലയാളികളെ കൈവിടില്ല എന്ന് ഉറപ്പാക്കുന്നതാണ് ഈ പ്രത്യേക സർവീസുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് മലയാളികൾക്ക് നൽകിയിരിക്കുന്ന ഓണസമ്മാനം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത രാജ്യതലസ്ഥാനത്ത് വരുന്നത് IIT ഡൽഹിയുടെ 57ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും എന്നുള്ളതാണ്. രാവിലെ 11 മണിക്കാണ് ഈ ചടങ്ങ് നടക്കുക. ഇതിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പരമോന്നത ബഹുമതികൾ പ്രധാനമന്ത്രി സമ്മാനിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് സൗകര്യമായ പരംപ്രഖ്യയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കുകയും ചെയ്യും. അത് AI പിന്തുണയുള്ള ഹൈ പെർഫോമൻസ് സൂപ്പർ കമ്പ്യൂട്ടിംഗ് സൗകര്യമാണ് IIT ഡൽഹിയിൽ ആരംഭിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കുകയും ചെയ്യും.
ഏറെ പ്രാധാന്യമുള്ള ഒരു ചടങ്ങിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. ഒന്ന്, AI പോലുള്ള പുതിയ സാങ്കേതിക സംവിധാനങ്ങൾ വരുന്നു. രണ്ട്, അദ്ദേഹം വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുന്നു എന്നതാണ്. കാരണം നമുക്കറിയാം, രാജ്യത്തെ വിദ്യാർത്ഥികളോട് പ്രധാനമന്ത്രിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാവിലെ 11 മണിക്ക് നടക്കുന്ന ഈ പരിപാടി ഏറെ പ്രാധാന്യമുള്ളതാകുന്നത്. അത് കേവലം ഒരു ബിരുദദാന ചടങ്ങ് എന്നതിനപ്പുറം പ്രധാനമന്ത്രി വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ഏറെ നിർണായകമാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമ്മുടെ പരീക്ഷാ ക്രമക്കേടുകളുമായൊക്കെ ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ പല ഭാഗത്തും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുന്നത്. ഒപ്പം തന്നെ സാങ്കേതിക രംഗത്ത് രാജ്യം കൈവരിക്കുന്ന പുരോഗതി, AI സാങ്കേതിക വിദ്യയുടെയും മറ്റും കാര്യത്തിൽ രാജ്യത്തിന് കൃത്യമായ കാഴ്ചപ്പാടും ലക്ഷ്യവുമുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ പ്രധാനമന്ത്രി ഈ വിദ്യാർത്ഥികളോട് പറയും എന്നുള്ളത് കൊണ്ടാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഈ ചടങ്ങ് ഏറെ നിർണായകമാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത്, രാജ്യതലസ്ഥാനത്ത് വലിയ തിരക്കിട്ട ചില രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് FCRA ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുവാൻ ഭരണപക്ഷം തയ്യാറെടുക്കുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും തിങ്കളാഴ്ച ഇക്കാര്യത്തിൽ നിർണായകമായിരിക്കും. അപ്പോൾ ഭരണപക്ഷത്ത് നിന്ന് ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നു, അതുമല്ലെങ്കിൽ സർക്കാർ ഈ ബില്ല് അവതരണത്തിന് തയ്യാറെടുക്കുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആയിരിക്കും ഈ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് നേതൃത്വം നൽകുക എന്ന തരത്തിലേക്കുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം ഈ വിഷയത്തിൽ അവരും അവരുടേതായ തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. ആ തയ്യാറെടുപ്പുകളുടെ ഭാഗമായാണ് കോൺഗ്രസ് MP-മാർക്ക് വിപ്പ് നൽകിയത്. 10, 11, 12 തീയതികളിൽ സഭയിൽ ഹാജരാകണം എന്നുള്ള 3 വരി വിപ്പാണ് കോൺഗ്രസ് അവരുടെ MP-മാർക്ക് നൽകിയത്. ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിലെ മറ്റ് പാർട്ടികളും ഇത്തരത്തിൽ MP-മാർക്ക് വിപ്പ് നൽകണം എന്നുള്ള ഒരു നിർദ്ദേശം കോൺഗ്രസ് നൽകിയിട്ടുമുണ്ട്. ഇതനുസരിച്ച് എന്തായാലും ഇന്ത്യ സഖ്യത്തിൻ്റെ MP-മാരെല്ലാം തന്നെ സഭയിലെത്തുകയും ഇന്ത്യ സഖ്യത്തിന് അവരുടെ എല്ലാ MP-മാരെയും അണിനിരത്തി വലിയ പ്രതിഷേധമൊക്കെ സംഘടിപ്പിക്കുവാനുള്ള പദ്ധതിയാകും ഈ FCRA ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം തയ്യാറെടുക്കുന്നതെന്നാണ് എന്തായാലും ഈ വിപ്പ് നൽകിയതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി പാർലമെന്റ് നടപടികൾ നിരന്തരം പ്രതിപക്ഷം ബഹളം വെച്ചുകൊണ്ട് തടസ്സപ്പെടുത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അതിനവർക്ക് പലപ്പോഴും പല കാരണങ്ങളുണ്ടായിരുന്നു. ചിലപ്പോൾ അവർ അയോധ്യ രാമക്ഷേത്രത്തിലെ വിഷയം പറയുന്നു, ചിലപ്പോൾ ആഭ്യന്തരമന്ത്രി സഭയിൽ വരണമെന്ന് പറയുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പല വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് സഭയിൽ ഒരു കാരണവശാലും സഭയുടെ ചർച്ചകളും മറ്റ് നടപടിക്രമങ്ങളും ഒന്നും നടക്കരുത് എന്ന വാശിയോടെയായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ഇത്തരത്തിലുള്ള ബഹളം. പലപ്പോഴും അവർ സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തുമൊക്കെ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ പാർലമെന്റിൽ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ അവർ തന്നെ MP-മാർക്ക് വിപ്പ് നൽകിയിരിക്കുകയാണ്, സഭയിൽ ഹാജരാകണമെന്ന്. എന്തായാലും FCRA ബില്ലിനെ സംബന്ധിച്ച് ക്രൈസ്തവ സഭകൾ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. അത് രണ്ടാമതും അവർ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു. ആദ്യം ഒരു തവണ ആഭ്യന്തരമന്ത്രിയെ സന്ദർശിച്ചുകൊണ്ട് അവർക്കുള്ള ആശങ്ക ഇക്കാര്യത്തിൽ അറിയിച്ചു. ഈ വിദേശത്തു നിന്നുള്ള സംഭാവനകളും സാമ്പത്തിക സഹായവും ഒക്കെ എത്തുമ്പോൾ അത് സുതാര്യമാക്കണം എന്ന് പറയുന്നതിനോട് എന്താണ് ഇത്ര ഈ എതിർപ്പ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാത്രം ഈ വിഷയത്തിൽ എന്താണ് ഇത്രയും എതിർപ്പ് എന്നുള്ളതാണ് പലർക്കും മനസ്സിലാകാത്തത്. എന്തായാലും ഇത്തരത്തിൽ ആശങ്കകളൊക്കെ തന്നെ അവർ ആഭ്യന്തരമന്ത്രിയുമായി ചർച്ച നടത്തിയപ്പോൾ പങ്കുവച്ചിരുന്നു. ആഭ്യന്തരമന്ത്രി കൃത്യമായിട്ടും വ്യവസ്ഥകളൊക്കെ എന്താണെന്നുള്ളത് ബില്ല് അവതരിപ്പിക്കുമ്പോൾ മനസ്സിലാക്കാം എന്നുള്ള ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. ഒപ്പം തന്നെ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്നും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും വേണ്ടിയാണ് നിയമങ്ങൾ വരുന്നതെന്നും ആ നിയമങ്ങൾ ഇത്തരത്തിൽ സ്വീകരിക്കുന്ന സംഭാവനകൾ അടക്കമുള്ള കാര്യങ്ങളെ സുതാര്യമാക്കുന്നതായിരിക്കുമെന്നും അദ്ദേഹം പറയുകയും ചെയ്തു. എന്തായാലും ഈ വിദേശത്ത് നിന്ന് സംഭാവന സ്വീകരിക്കുന്നത് സുതാര്യമാകുന്നതിൽ എന്തിനാണ് ക്രൈസ്തവ സഭകൾക്കും നമ്മുടെ പ്രതിപക്ഷത്തെ ചില രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത്ര എതിർപ്പെന്നും ഇത്ര ഭയമെന്നും ഒക്കെയുള്ളത് ജനങ്ങൾ തന്നെ പരിശോധിക്കുകയും ജനങ്ങൾ തന്നെ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. അവിടെയാണ് അമേരിക്കയുടെ ഒരു സെനറ്റ് അംഗത്തിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ ഈ വിഷയത്തിൽ ചില അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായത്. എന്നാൽ അതൊക്കെ തന്നെ ഭാരതം തള്ളിക്കളയുകയും ചെയ്തു. ഭാരതത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ
ആരെയും അനുവദിക്കുന്നില്ല എന്നുള്ള കൃത്യമായ സന്ദേശം ഈ വിഷയത്തിൽ ഭാരതം നൽകുകയും ചെയ്തു. അപ്പോഴാണ് ഈ FCRA പോലുള്ള വിഷയങ്ങളിൽ വിദേശ രാജ്യങ്ങൾക്കുള്ള താല്പര്യവും നമ്മുടെ ക്രൈസ്തവ സഭയ്ക്കുള്ള പ്രതിഷേധവുമൊക്കെ ചേർത്ത് വയ്ക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും 13-ന് പാർലമെന്റ് സമ്മേളനം അവസാനിക്കുന്നതിന് മുമ്പ് FCRA നിയമ ഭേദഗതി പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കുന്നതിനുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അത് പഞ്ചാബിൽ നിന്നാണ് പുറത്തു വരുന്നത്. പഞ്ചാബിൽ ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുകയാണ്. കാരണം 2027-ൽ പഞ്ചാബിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ആ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ പഞ്ചാബിൽ നടക്കുന്നു എന്നുള്ള ചില വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ശിരോമണി അകാലിദൾ നേതാവ് സുഖ്ബീർ സിംഗ് ബാദൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൈവരുന്നുണ്ട്. ശിരോമണി അകാലിദൾ വീണ്ടും ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് മടങ്ങി വരുമോ എന്നത് സംബന്ധിച്ചുള്ള ചില സംശയങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും ശിരോമണി അകാലിദളിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് വീണ്ടും BJPയുമായി സഖ്യത്തിലാകണം എന്നുള്ള അഭിപ്രായമാണുള്ളത്. അവർ ആ അഭിപ്രായം മുന്നോട്ട് വയ്ക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ചില സർവേകൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു. ആ സർവേകളിൽ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി കേവല ഭൂരിപക്ഷത്തോടെ ഭരണം തുടരും എന്ന് പറയുന്നു. ഒപ്പം തന്നെ കോൺഗ്രസ് ആയിരിക്കും രണ്ടാമതെത്തുക. ഒറ്റയ്ക്ക് മത്സരിക്കുന്ന BJP 6 സീറ്റുകൾ വരെ നേടുമെന്നും ചില മേഖലകളിൽ BJPക്ക് വലിയ നേട്ടമുണ്ടാകും എന്നൊക്കെ ആ സർവേകളിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ശിരോമണി അകാലിദൾ വീണ്ടും BJPയുമായുള്ള സഖ്യത്തിന് നീക്കം നടത്തുന്നതും സുഖ്ബീർ സിംഗ് ബാദൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത്. അപ്പോൾ പഞ്ചാബിലെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബിൽ നിന്ന് ഇനിയും ചില രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ പുറത്തു വരേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ്, മറ്റൊന്ന് അവിടെ അധികാരത്തിലിരിക്കുന്ന ഭഗവന്ത് മാൻ സർക്കാരിനെതിരെ, ആം ആദ്മി പാർട്ടിയുടെ സർക്കാരിനെതിരെ വലിയ ജനരോഷമുണ്ടാകുന്നുണ്ട്. ഒന്ന് ക്രമസമാധാന നില തകരുന്നു, ഒപ്പം തന്നെ അവിടുത്തെ കർഷകരും മറ്റു സാധാരണക്കാരും വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നു. അവിടെ തീവ്രവാദികൾ അഴിഞ്ഞാടുന്ന സാഹചര്യമാണുള്ളത്. ചാരവൃത്തിക്ക് 2 ഭീകര മൊഡ്യൂളുകൾ തകർത്തു എന്ന് പറഞ്ഞുകൊണ്ട് ചാരവൃത്തി നടത്തിയ 9 പേരെ പിടികൂടിയേ അക്കാര്യം ലോകത്തെ അറിയിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുന്നു. അപ്പോൾ പഞ്ചാബിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് സുഖ്ബീർ സിംഗ് ബാദൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ പാർട്ടി ഔദ്യോഗികമായി അറിയിച്ചത് പഞ്ചാബിലെ ക്രമസമാധാന നില, ഒപ്പം തന്നെ പഞ്ചാബിൻ്റെ വികസനമടക്കമുള്ള കാര്യങ്ങളാണ് 10 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചയിൽ ഇരു നേതാക്കളും തമ്മിൽ ചർച്ച ചെയ്തതെന്നാണ്. എന്തായാലും അതൊരു രാഷ്ട്രീയ സഖ്യമായി, അതുമല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്കുള്ള ശിരോമണി അകാലിദളിൻ്റെ മടങ്ങി വരവായി മാറുമോ എന്നൊക്കെ പിന്നീടാണ് അറിയാൻ കഴിയുക. എന്തായാലും ഇപ്പോൾ ഇരു പാർട്ടികളും ഒന്നിച്ചു നീങ്ങുന്നതിന് സന്നദ്ധമാണ് എന്നുള്ള നിലപാടിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ശിരോമണി അകാലിദളിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ മുന്നണി വിട്ടപ്പോഴുണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്നിപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് എന്ന് ആ പാർട്ടിയുടെ പല നേതാക്കളും പറയുന്നുണ്ട്. BJP പഞ്ചാബ് ഘടകത്തിലെ നേതാക്കളാകട്ടെ സഖ്യം സംബന്ധിച്ചുള്ള തീരുമാനമൊക്കെ ദേശീയ നേതൃത്വം കൈക്കൊള്ളും എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് പഞ്ചാബ് രാഷ്ട്രീയത്തിൽ ഒരു വലിയ വഴിത്തിരിവായി മാറുന്നതിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അകാലിദളും BJPയും ഒന്നിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അത് പഞ്ചാബ് രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. എന്തായാലും പഞ്ചാബിൽ നിന്ന് അത്തരത്തിൽ വാർത്തകൾ പുറത്തു വരുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ള സംസ്ഥാനമായി ഇപ്പോൾ മാറിയിരിക്കുന്നത് ജാർഖണ്ഡാണ്. ജാർഖണ്ഡിൽ വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് നടക്കുന്നത്. അവിടുത്തെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി പ്രക്ഷോഭം നടക്കുമ്പോൾ അവിടെ അധികാരത്തിലിരിക്കുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ സർക്കാർ പ്രതിരോധത്തിലാണ്. സർക്കാർ വലിയ സമ്മർദ്ദത്തിലായതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ തന്നെ സമരക്കാരുമായി ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ഈ രീതിയിൽ ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചുകൊണ്ട് ഹേമന്ത് സോറൻ മുന്നോട്ട് വന്നെങ്കിലും സമരക്കാർ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവർ മുന്നോട്ട് വയ്ക്കുന്ന ഈ ആവശ്യങ്ങളൊന്നും തന്നെ അംഗീകരിക്കുവാൻ സർക്കാർ തയ്യാറായില്ല. അതുകൊണ്ടാണ് ആ നിരാഹാര സമരം ഉൾപ്പെടെ ഇപ്പോഴും വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് തുടരുന്നത്. പല വിദ്യാർത്ഥി യുവജന സംഘടനകളും ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ഈ വിദ്യാർത്ഥികളുടെ അവകാശം ന്യായമാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഈ സമരം മുന്നോട്ട് പോകുമ്പോൾ അവിടെ BJP നേതാക്കളുടെ ഭാഗത്ത് നിന്ന് സർക്കാരിനെതിരെ രൂക്ഷമായ ചില വിമർശനങ്ങൾ ഉണ്ടാകുന്നു.
ജാർഖണ്ഡിൽ നടക്കുന്ന ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ CBI അന്വേഷണം വേണമെന്നുള്ള ആവശ്യമാണ് BJP MP നിഷികാന്ത് ദുബെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുകയും ചെയ്തു. അത് രാഷ്ട്രീയമായി കോൺഗ്രസിനെതിരെയുള്ള വലിയൊരു കടന്നാക്രമണമാണ്. കാരണം കോൺഗ്രസിന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ പകുതിയിലധികം ജാർഖണ്ഡിൽ നിന്നാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് അവിടെ ഈ ഹേമന്ത് സോറൻ സർക്കാരിനെ സംരക്ഷിച്ച് നിർത്തുന്നതെന്നും BJP നേതാക്കൾ പറയുന്നു. എന്തായാലും നിഷികാന്ത് ദുബെയുടെ വാക്കുകൾ കേട്ടതിന് ശേഷം ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. झारखंड के बच्चों के भविष्य का सवाल है और हम प्रयास करेंगे कि इसकी CBI इंक्वायरी हो. इसके लिए कोर्ट के माध्यम से हो या दबाव के माध्यम से हो या विद्यार्थियों के आंदोलन के कारण हो, किसी भी आधार पर इसकी प्रॉपर जांच कराएंगे और ऐसी सजा दिलवाएंगे कि भविष्य में कोई भी आदमी इस तरह की हिमाकत नहीं. അപ്പോൾ ജാർഖണ്ഡിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമായി തന്നെ തുടരുകയാണ്. അവിടുത്തെ റാഞ്ചിയിൽ സമരം നടത്തുന്ന വിദ്യാർത്ഥികൾ നിയമസഭാ മന്ദിരവും സെക്രട്ടേറിയറ്റും ഒക്കെ ഉപരോധിക്കുന്നതടക്കമുള്ള കൂടുതൽ ശക്തമായ സമരത്തിലേക്ക് പോകുമെന്ന മുന്നറിയിപ്പും സർക്കാരിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ജാർഖണ്ഡിലെ സമരം മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് കൂടുതൽ പിന്തുണ ലഭിക്കുകയുമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കറിയാം കാലാവസ്ഥാ മുന്നറിയിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ, ആ സംഭവങ്ങൾ ഒക്കെ തന്നെ പാരിസ്ഥിതിക അടിയന്തരാവസ്ഥ, പ്രകൃതി ദുരന്തങ്ങൾ, മറ്റ് പൊതു താല്പര്യമുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് കമ്മ്യൂണിറ്റി റേഡിയോകൾക്ക്, അത്തരം റേഡിയോ സ്റ്റേഷനുകൾക്ക് വലിയ പങ്കുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തിയിരിക്കുന്നതും. ഒപ്പം തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനുകൾക്ക്, പ്രത്യേകിച്ച് പ്രകൃതി ദുരന്തങ്ങൾ ബാധിച്ച മേഖലകളിൽ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനുകൾക്ക് 11,50,000 രൂപയുടെ സഹായം നൽകുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇതെന്തായാലും ഒരു നല്ലൊരു നീക്കമാണ്. കാരണം കമ്മ്യൂണിറ്റി റേഡിയോ സംവിധാനം വഴി പെട്ടെന്ന് ആശയവിനിമയം നടത്തുന്നതിനും ദുരന്തങ്ങളും മറ്റും ജനങ്ങളെ അറിയിക്കുന്നതിനും കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ്റെ ആൻഡമാൻ നിക്കോബാർ സന്ദർശനമാണ്. അദ്ദേഹത്തിൻ്റെ 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. അദ്ദേഹം സെല്ലുലാർ ജയിലിൽ സന്ദർശിക്കുകയും ഒക്കെ ചെയ്യും. കാരണം ഏറെ നിർണായകമായ ഒരു സന്ദർശനമായി ഇത് മാറുന്നതിനാണ് സാധ്യത കാണുന്നത്. ഈ 2 ദിവസത്തെ സന്ദർശനത്തിൽ അദ്ദേഹം അവിടെ തിരങ്ക യാത്രയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യും. ഒപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമര ചരിത്രവും ധീര സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗവും ദൃശ്യവൽക്കരിക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കുകയും ഞായറാഴ്ച അദ്ദേഹം ഹർ ഘർ തിരങ്ക അഭിയാനെ അഭിസംബോധന ചെയ്യുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ആൻഡമാൻ നിക്കോബർ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭാഗമാണ്. അവിടെയും നമ്മുടെ പദ്ധതികളും നമ്മുടെ ത്രിവർണ പതാക ഉയരുകയും ഒക്കെ ചെയ്യും എന്നുള്ള ഒരു സന്ദേശവും ഈ സന്ദർശനത്തിലൂടെ നൽകുന്നതിന് ഉപരാഷ്ട്രപതിക്ക് കഴിയുന്നുണ്ട്.